വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ കോൺഗ്രസ് നേതാക്കളുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ട IC ബാലകൃഷ്ണൻ MLA, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവരാണ് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിട്ടുള്ളത്. വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നു. അനുമോദ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ IC ബാലകൃഷ്ണൻ നിയമസഭയിൽ ഉണ്ടായിരുന്നു. വളരെ നിർണായകമാണ്. ഇങ്ങനെയൊരു കേസ് കൂടി ആയതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയമായി പോലും ഉപയോഗപ്പെടുത്താൻ CPM വലിയ രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ കോൺഗ്രസിനും ഇത് ഇന്നത്തെ ദിവസം വളരെ നിർണായകമല്ലേ? ഗുഡ് മോർണിംഗ് ശ്രീജ. നമുക്കറിയാം, ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസിനെതിരെ CPM വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ഈ കേസ് എടുത്ത ഉടനെ തന്നെ ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. ഡിസംബർ 27-നാണ് ഈ NM വിജയനും അദ്ദേഹത്തിന്റെ മകൻ രജീഷും മരിക്കുന്നത്. അവർ മരിച്ചതിന് 10 ദിവസത്തിന് ശേഷമാണ് ഇവരുടെ ആത്മഹത്യാ കുറിപ്പ് പുറത്തു വരുന്നതും അതിൽ ഈ ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ട് IC ബാലകൃഷ്ണനും ND അപ്പച്ചനും എല്ലാം KK ഗോപിനാഥനും ഒക്കെ പണം വാങ്ങിയിട്ടുണ്ടെന്നതിൽ പരാമർശങ്ങൾ ഉണ്ടാകുന്നത്. തുടർന്ന് വലിയ വിമർശനം ഇവരെ അറസ്റ്റ് ചെയ്യാത്തതിലും ഇവർക്കെതിരെ നടപടിയെടുക്കാത്തതിലൊക്കെ ഉണ്ടാവുകയും അവർ ഒളിവിൽ പോവുകയും ചെയ്തിരുന്നു. അതിന് ഒളിവിലിരുന്നാണ് അവർ മുൻകൂർ ജാമ്യത്തിന് ശ്രമം നടത്തുന്നത്. എന്നാൽ ഇതിൽ വിധി വരുന്നവരെ അറസ്റ്റ് ചെയ്യരുത് എന്ന കോടതിയുടെ ഭാഗത്തു നിന്നൊരു അനുകൂല സമീപനം സ്വീകരിച്ചതോടെയാണ് IC ബാലകൃഷ്ണൻ നിയമസഭയിലേക്ക് എത്തിയത്. ഇതിപ്പോൾ 11 മണിക്കാണ് കൽപ്പറ്റ സെഷൻസ് കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുക. ഇതുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം, ഈ പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ട തെളിവുകളുണ്ട്, ഡിജിറ്റൽ രേഖകളുണ്ട്, ഡിജിറ്റൽ തെളിവുകളുണ്ട്. അപ്പോൾ അതെല്ലാം പരിഗണിക്കേണ്ടതുണ്ട്. ഇത് ഇവരെ ജാമ്യം നൽകരുത്, കാരണം ജാമ്യം നൽകിയാൽ ഇത് അന്വേഷണത്തെ ബാധിക്കുന്ന സാഹചര്യമാകും എന്ന വാദമാണ് പ്രോസിക്യൂഷൻ അവിടെ ഉന്നയിച്ചത്. എന്നാൽ IC ബാലകൃഷ്ണന്റെ അടക്കമുള്ള മറ്റ് മറുഭാഗത്തെ അഭിഭാഷകർ ആത്മഹത്യയുമായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവുമില്ല, ഇത് രണ്ട് വിഷയങ്ങളാണ് എന്ന തരത്തിലുള്ള വാദമാണ് ഉന്നയിച്ചിട്ടുള്ളത്. എന്നാണെങ്കിലും ഇന്ന് വളരെ നിർണായകമാണ്. രാവിലെ 11 മണിയോടെ തന്നെ ജാമ്യാപേക്ഷയിൽ വിധി വരുമെന്നാണ് അറിയാൻ ആകുന്നത്. IC ബാലകൃഷ്ണൻ നിയമസഭയിലാണ് ഉണ്ടായിരുന്നത്. ND അപ്പച്ചനും ഗോപിനാഥനും ഈ ജാമ്യാപേക്ഷയിൽ വിധി വന്നതിന് ശേഷം മാത്രമേ പുറത്തിറങ്ങൂ. എവിടെയാണെന്ന് അറിയാത്ത അവസ്ഥയാണ്, ഒളിവിലാണുള്ളവർ ഉള്ളത്. എന്നാണെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസിൽ വളരെ നിർണായകമാകും ഇവരുടെ ഈ ജാമ്യാപേക്ഷയിലെ വിധി. കാരണം അവർക്ക് ജാമ്യം അനുവദിക്കില്ല എന്ന് കോടതി തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോവുകയും MLAയും അതേപോലെ DCC അധ്യക്ഷനെയും അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. രാഷ്ട്രീയമായിട്ട് അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രതിരോധം തീർക്കുന്ന സാഹചര്യമാകും ഉണ്ടാവുക. എന്നാലും 11 മണിയോടെ ആയിരിക്കും ഈ കാര്യത്തിൽ വിധി പുറത്തു വരിക. ശരിയാണ്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് 11 മണിയോടെ ആ ജാമ്യാപേക്ഷയിലും വിധി വരും. അപ്പോൾ നമുക്ക് ആ വാർത്തയുടെ വിവരങ്ങളും ഇനി വരും മണിക്കൂറുകളിൽ കൂടുതൽ കിട്ടാനുണ്ട്.